ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ബാക്കി വരുന്ന ഇഡ്ഡലി കൊണ്ട് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ഇത് തലേ ദിവസത്തെ ഇഡ്ഡലിയാണ്. അപ്പോൾ അത് ഞാൻ മിച്ചം വന്നുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് മിക്സിയുടെ ജാറിൽ വെച്ച് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അത് ഇഡ്ഡലിയെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വിധം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഒത്തിട്ട് കൊടുക്കാതെ നമുക്ക് പകുതിയായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ അത് അരച്ചെടുത്തതാണ്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ അടുത്തിരിക്കുന്നത് എല്ലാം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതിവിടെ എല്ലാം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ തുണ്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. നല്ലതുപോലെ ആ സവാളയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. ആ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയിരിക്കണം. ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല, ആ ഇഡ്ഡലി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. നമുക്ക് എത്ര വലുപ്പത്തിലാണ് നമുക്ക് ഉഴുന്നോടെ വേണ്ടത് ആ അളവിലൊന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയ ശേഷം ഇതുപോലെ ഒന്ന് ചപ്പി കൊടുത്ത ശേഷം ഒരു ചെറിയ ഹോളൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെ വിരലുകൊണ്ട് ഒരു ചെറിയ ഹോളൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഞാൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഉഴുന്നുവടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അധികം ഇട്ട് കൊടുക്കാൻ പറ്റില്ല. കുറച്ച് എണ്ണ ഉപയോഗിച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതവിടെ 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഉറച്ച് വെച്ച് നല്ലതുപോലെ ഒരു സൈഡ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ പതുക്കെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഇതുപോലത്തെ ഒരു തവിയോ കൊണ്ട് നമുക്കിതുപോലെ ഒന്ന് അതിനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അടുത്ത് ഇതുപോലെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഉഴുന്നുവട നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതൊരു എണ്ണ നല്ലതുപോലെ ഊറ്റിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന എല്ലാ ഉഴുന്നുവടയും തയ്യാറാക്കി എടുക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ മിച്ചം വരുമ്പോൾ അത് കളയാതെ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ നല്ലൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അങ്ങനെ ഞാൻ ആ ഉഴുന്നുവട എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇത് കണ്ട നല്ലതുപോലെ മൊരിഞ്ഞ ഉഴുന്നുവടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇഡ്ഡലിയൊക്കെ എടുത്ത് വേസ്റ്റാക്കി കളയാതെ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഉഴുന്നുവട നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ.